BDSന് സ്കോപ്പ് കുറവാണ്. അതെങ്ങനെയുള്ളവർക്കെന്ന് വെച്ചാൽ എക്സാമൊക്കെ വരുമ്പം എങ്ങനെയെങ്കിലും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കി അല്ലെങ്കിൽ കുറച്ച് റെലവൻറ്റ് ടോപ്പിക്സ് ഒക്കെ നോക്കി ജസ്റ്റ് തട്ടിമുട്ടി എങ്ങനെയെങ്കിലും പാസ്സാവണം എന്നുള്ള കൺസെപ്റ്റോട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം സ്കോപ്പ് കുറവ് തന്നെയാണ്. അങ്ങനെ ഫൈനൽ ഇയർ എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലൊക്കെ ബേസിക്സ് ഒക്കെ അവർക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അവരെങ്ങനെയെങ്കിലും ഒന്ന് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പാസ്സായി പോയവരായിരിക്കും. അപ്പോൾ ഫൈനൽ ഇയറിലൊക്കെ എത്തുമ്പോൾ നമ്മളൊരു ടൂത്ത് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു RC ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒക്ലൂഷ്യൽ റിം ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ ബേസിക്സ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഇതൊക്കെ ഞങ്ങളുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് യുവർ ഡെന്റിസ്ട്രി ആണ്. അപ്പം ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ ഓരോന്ന് തന്നെ എടുത്ത് നോക്കും. ഇപ്പോൾ ഒരു അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഡെന്റൽ അനാറ്റമി, ഈ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ ഡെന്റൽ അനാറ്റമി ഒക്കെ അത്രയും റെലവൻസ് കൊടുത്ത് അല്ലെങ്കിൽ അത്രയും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർവിങ് വരുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ലെക്ചേഴ്സ് പറയുന്നുണ്ടാവും ഓക്കെ ഇത് ശരിയായില്ല, അല്ലെങ്കിൽ രണ്ടാമത് റീഡു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഹേർട്ടായി ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് നിങ്ങളൊരു ഫൈനൽ ഇയർ എത്തി അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺ ആയ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം നിങ്ങളത് പേഷ്യൻസിൽ ചെയ്തു തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ടൂത്തിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അസസ് ചെയ്യണമെങ്കിൽ ഈ കാർവിങ് ഒക്കെ ചെയ്യുന്ന കാലത്തോട്ടേ നിങ്ങൾ പെർഫെക്റ്റ് ആയി വരണം. ഇങ്ങനെയുള്ള കുട്ടികൾ BDS കഴിയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ പാസ്സാവും, ഓബ്വിയസ്ലി പാസ്സാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് തന്നെ ഇപ്പോഴും അറിയുണ്ടാവും, അല്ലെങ്കിൽ ബേസിക് ഫില്ലിങ് അല്ലെങ്കിൽ സ്കെയിലിങ് അങ്ങനത്തെ ആ ഒരു പരിമിതിയിൽ നിങ്ങൾ നിന്നു പോകും. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങളുടെ സാലറി എവിടെ 15K to 20K ഒരു ബേസിക് സാലറിയിൽ നിങ്ങൾ നിന്ന് പോകും. അപ്പോൾ അബ്രോഡൊക്കെ തന്നെ എക്സാം ക്ലിയർ ചെയ്ത് നിങ്ങൾ എത്തിയാൽ പോലും അവിടെയൊക്കെ എന്താ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്ലിനിക്കുകളിലും ഓരോ ഡെന്റിസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അവർ എല്ലാം ഒരു പേഷ്യൻ്റ് വന്ന് അവരെ ക്ലിയർ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഡമ്മിയിലല്ലേ അല്ലെങ്കിൽ പ്ലാസ്റ്റർ മോഡലല്ലേ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു ഫീലിംഗ് വിട്ട് ഇതെല്ലാം ഞാൻ നാളെ നല്ലൊരു കംഫർട്ടർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ നാളെ നല്ലൊരു പ്രാക്ടീഷണർ ആവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ടീച്ചേഴ്സ് എന്നെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ഈ ഇനീഷ്യൽ ഇയേഴ്സ്, അതായത് ഞാൻ പറഞ്ഞ പോലത്തെ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ എടുത്ത് പഠിച്ചു വന്ന ഒരു കുട്ടി ഒരിക്കലും എവിടെ എത്താതായി പോകില്ല. എനിക്ക് ഹാൻഡ് സ്കില്ല് കുറവാണ് അല്ലെങ്കിൽ എൻ്റെ വർക്ക് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടീൻ്റെ അത്ര പെർഫെക്റ്റ് ആവുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് പിന്നെ ഒരുപാട് കുട്ടികൾ നേരിടുന്ന ഡൗട്ട്. ഒരുപാട് ഭംഗിയുള്ള കാര്യം പക്ഷേ അതിൽ പെർഫെക്റ്റ് ആയില്ല, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ആ അനാറ്റമി മനസ്സിലാക്കി ചെയ്യാത്ത കാര്യമാണെങ്കിൽ ആ ഭംഗിക്കല്ല അവിടെ പ്രസക്തി. അല്ലെങ്കിൽ നിങ്ങളൊരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന RC അല്ലെങ്കിൽ ഫില്ലിങ് ഒക്കെ അതിൻ്റെ ലെങ്ത്ത് ഡെപ്ത് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത ട്രീറ്റ്മെൻറ്റിൽ അതിൽ മിസ്റ്റേക്ക് ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ കാര്യം. എനിക്കിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാനിതൊക്കെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എനിക്കിത് നാളെ നല്ലൊരു പ്രാക്ടീഷണർ ആവാൻ വേണ്ടി ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കി ടോപ്പിക്സ് ഒക്കെ നല്ല കൺസെപ്റ്റോട് കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കിന് അതിൻ്റെ റെലവൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും BDSന് സ്കോപ്പ് കുറവല്ല.